വാൽനട്ടിന്റെ കുരുവിന്റെ ഉള്ളു കണ്ടില്ലല്ലോ. നമ്മൾ ഇത് പൊട്ടിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. എല്ലാവർക്കും നമസ്കാരമുണ്ടേ. നമ്മളിന്നൊരു പുതിയ കിടുക്ക സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. വാൽനട്ട് മിഠായി ഉണ്ടാക്കാൻ പോകണം. വാൽനട്ട് മിഠായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടലമിഠായി പോലെ തന്നെയാണ്, ഇച്ചിരി വ്യത്യാസമുണ്ട് ഇതിന്. അപ്പം ഇതൊരു മരത്തിലുണ്ടാകുന്ന കായാണ് ഈ വാൽനട്ട് എന്ന് പറയുന്നത്. ഇത് കാണാൻ പറ്റും, നമ്മുടെ ജാതിക്കയിലെ കുരു പോലെ ഇരിക്കും. അപ്പം ഇത് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത് ഇങ്ങനെയും കിട്ടും, ജാതിക്കയുടെ കുരു പോലെയും കിട്ടും. ഇത് ഡ്രൈ ഫ്രൂട്ട്, ഇത് എന്താ പറയുക, വറുത്തെടുത്ത സാധനം കടയിൽ നിന്ന് കിട്ടുന്നത്. ഇതിന് ഒരുപാട് വിലയുണ്ട്. പിന്നെ ഇത് സാധാരണയുള്ള ആൾക്കാർ ഇതാണ് വാങ്ങിക്കുന്നത്. മീൻസ് നമുക്കാകുമ്പോൾ ഒരു മീഡിയം ലെവലിൻ്റെ പൈസയിൽ നിൽക്കും. അപ്പോൾ ഇതാണ് വാങ്ങിക്കുന്നത്. ഇതാണ് നമ്മളിന്ന് മിഠായി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാദ്യം നമുക്കിനി പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ പാന് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നല്ല വലുപ്പമുണ്ട്. നമ്മുടെ കടലമിഠായി പോലെയല്ല, കടല പോലെയല്ല, ഇത് കുറച്ചും കൂടെ വലുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇതേം കൂടെ ഒരു ഹാഫ് ആക്കണം, പകുതിയാക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പോലും വെച്ചിട്ട് നീറ്റ് ചെയ്യുമ്പോഴത്തേക്കും വേണ്ടില്ലേ. ഞാൻ വേറെ എളുപ്പപ്പണി കണ്ടില്ല, കാരണം ഇതിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ പരിപാടി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇടുകയാണ്. നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞിട്ടുണ്ട്. ഇത് 2 മിനിറ്റ് കൊണ്ട് സെറ്റായി. ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ, കുറച്ചും കൂടെ ഡാർക്ക് ആകുമ്പോൾ നമുക്ക് എടുക്കാം. നമ്മുടെ വാൽനട്ട് കുറച്ചും കൂടെ ഡാർക്കായി വരുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഉണ്ടാവും. അതിനിടയ്ക്ക് നമുക്ക് ഇത് ശർക്കരയാണ്. ഇത് 1 കിലോയുടെ ബോക്സിൽ കിട്ടുന്ന ശർക്കരയാണ്. ഇത് നമുക്കൊരു 1 ഗ്ലാസോളം എടുക്കണം. ഇതിപ്പോൾ ഒരു 4 ഗ്ലാസോളം ഉള്ള ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്, 4 ഗ്ലാസോളം ഉള്ള വാൽനട്ട് ഉണ്ട്. നമ്മളിപ്പോൾ 1 ഗ്ലാസ് ശർക്കര എടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് മധുരം വേണ്ട, അതുകൊണ്ടാണ് ആവശ്യമനുസരിച്ച് നമുക്ക് വേണേൽ കൂട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് കത്തിക്ക് ചെറിയ പീസാക്കി എടുക്കണം. എന്നാലാണ് നമുക്ക് ഉരുക്കിയെടുക്കാൻ എളുപ്പമുള്ളൂ. ഓക്കെ, നമ്മളൊരു ഹാഫ് എടുക്കുന്നുണ്ട്. അതിൻ്റെ അപ്പോൾ ഒരു ഗ്ലാസ്സിന് മേളിലുണ്ടോ, നമുക്ക് നോക്കാം. നല്ല സ്ട്രോങ് ആണിത്. നമ്മളിപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് നോക്കുകയാണ്. 1 ഗ്ലാസ് മതി നമുക്ക്. ഇനി മധുരം ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ 1.5 ഗ്ലാസ് ആക്കിയാലും കുഴപ്പമില്ല. ഇത് ഒരു ചെറിയ മധുരം ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്കിത് മതി, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും എടുക്കുന്നത്. നമ്മുടെ വാൽനട്ട് ഏകദേശം ഒരു ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെടുത്ത് ഇച്ചിരി തണുക്കാൻ വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ശർക്കര ഉരുക്കും, ലേശം വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ പരിപാടി എന്നാന്നുള്ളത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഇത് ഏകദേശം നിങ്ങൾ കണ്ടിട്ടില്ല, ഏകദേശം ഇതായിട്ടുണ്ട്, നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി ഫ്ലെയിം നമ്മൾ ഓഫാക്കാൻ പോണേ. നമ്മുടെ പാന് ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം വെള്ളം ഇടുകയാണ്. ഇത് കുറച്ചും കൂടെ ഉടയാനുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേശം വാട്ടർ ഉണ്ട്, പകുതി, എന്താ പറയുക, 1 ഗ്ലാസ്സിൽ പകുതി ഉണ്ട്, അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നു. നമ്മുടെ വാൽനട്ടിന്റെ കുരുവിന്റെ ഉള്ളു കണ്ടില്ലല്ലോ. നമ്മൾ ഇത് പൊട്ടിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. കണ്ടവർക്ക് കുഴപ്പമില്ല, പക്ഷെ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ജാതിക്കക്കുരു പോലെ തന്നെ ഇരിക്കുന്ന സാധനമാണ്. അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം.
ഇതിൻ്റെ പാവുണ്ട് പൊട്ടിക്കാൻ. കണ്ട കിടുക്ക സാധനമാണ്. ഇതാണ് അവർ ഫ്രൈ ചെയ്തിട്ടും ഫ്രൈ ചെയ്യാണ്ടും കടകളിൽ നമുക്ക് കിട്ടുന്ന സാധനം. അപ്പോൾ ഇത് ചുമ്മാ എടുത്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താൽ കിടുവാണ്. ഞാനൊന്ന് തിന്ന് നോക്കാം. സൂപ്പർ സാധനമാണ്. ചെറിയൊരു കമർപ്പുണ്ടെന്നേ ഉള്ളൂ. നല്ല വിറ്റാമിനുള്ള കിടുക്കൻ സാധനം. ശർക്കര ഇപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു കട്ടിയായിട്ടുണ്ട്. കുറച്ചും കൂടെ കട്ടിയാവണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ആയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കട്ടിയായിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് ഇനി നമ്മൾ വാൾനട്ട് ഇടുവാണ് കേട്ടോ. കണ്ടോ, നമ്മൾ ഇടാൻ പോകണം. ഇതെല്ലാ ഏരിയയിലും എത്തണം. എന്നാലേ മൊത്തത്തിലൊരു മധുരം ഉണ്ടാവുള്ളൂ. കാണാനൊരു കളർഫുൾ ഉണ്ടാകണമെങ്കിൽ മൊത്തം ഏരിയയിൽ എത്തണം. ഇറക്കി കൊടുത്തോളാം. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ലോ ഫ്ലെയിം ആക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമ്മൾ ലോ ഫ്ലെയിം ഓഫ് അല്ല, ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇച്ചിരി നേരം തണുക്കാൻ വെക്കും കേട്ടോ. അതിനുശേഷം നമ്മളിത് കത്തി കൊണ്ട് മുറിക്കുന്നതാണ്. ആദ്യം നമ്മളൊന്ന് കഴുകിയതാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പേപ്പർ വെച്ചൊന്ന് തുടയ്ക്കുവാണ്. ഇവിടെയാണ് നമ്മളിത് പരത്തുന്നത്. അപ്പൊ ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ലേശ എണ്ണ ഇവിടെ ഒന്ന് തടവി കൊടുക്കണം. അല്ലെങ്കിൽ അടത്തിയെടുക്കാൻ അവസാനം റിമൂവ് ചെയ്തെടുക്കാൻ പാടായിരിക്കും. ഇവിടെ എണ്ണ തേച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചപ്പാത്തിക്കോലയിലും കൂടെ ഒന്ന് എണ്ണ വെച്ചിരിക്കുക. അപ്പം നമുക്ക് നല്ല സ്മൂത്ത്നെസ് കിട്ടും. നമ്മൾ ഇതിവിടെ ഒന്ന് ഇടുകയാണ്. നമുക്കിത് പരത്തിയെടുക്കണം. ഇവിടെ സാധനം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു 5 മിനിറ്റും കൂടെ, 5-10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യുന്നതനുസരിച്ച് അത് സ്ട്രോങ് ആയിട്ട് വരും. അതിനുശേഷം നമ്മളിത് മുറിക്കുന്നതാണ്. സംഭവം പക്കയായിട്ടുണ്ട്, നല്ല ഹാർഡായിട്ടുണ്ട്. നമുക്കിനി ഇത് മുറിച്ച് നോക്കാം. ഒരു കത്തിയാണ് വേണ്ടത്. സൈഡൊക്കെ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്ത് കളയുക. എന്താ ഇത് നമ്മൾ കടല മിഠായി ഉണ്ടാക്കുന്നതിനേക്കാളും സ്മൂത്താണ്. കടല മിഠായി ഇങ്ങനെ മുറിച്ച് ഈസിയായിട്ട് വരത്തില്ല. നമ്മൾ ചെറുതായിട്ട് ആ സൈഡിൽ പൊടിഞ്ഞു പോയത് നമ്മൾ ഉണ്ടയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് കാണാം. ഇവിടെ സ്ക്വയർ ആക്കിയിട്ടുണ്ട്. ചെറിയ ഷേപ്പൊക്കെ വ്യത്യാസമുണ്ട്. എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ ടെസ്റ്ററിനെ കൊണ്ട് ഇന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ തിന്നോളൂ. നല്ലതാണോ? അല്ല, നമ്മളിത് മധുരം ഇല്ലാണ്ട് സാധാരണ കഴിക്കുമ്പോൾ ഒരു കമർപ്പുണ്ട് ഈ വാൽനട്ടിന്. ഇത് ശർക്കര ഇട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ പറ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, ഒരു ബുദ്ധിമുട്ടില്ല. വാൽനട്ട് ഉണ്ടായാൽ മതി. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.